അധികാരത്തിലേറും മുമ്പേ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനുവരിയിലാണ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതെങ്കിലും തന്റെ ക്യാബിനറ്റിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്ന തിരക്കിലാണ് ട്രംപ്. ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നവരെ കുറിച്ചുള്ള പേരുകളും പദവികളും ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇന്ത്യൻ വംശജരും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ കശപ് പട്ടേൽ, വിവേക് രാമസ്വാമി എന്നിവരെ കഴിഞ്ഞ ദിവസം ചുമതലകൾ ഏൽപ്പിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സീനിയർ പോളിസി അഡ്വൈസറായി ഇന്ത്യൻ വംശജനെ നിയോഗിച്ചിരിക്കുകയാണ് ട്രംപ്. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനും എഴുത്തുകാരനുമായ ശ്രീറാം കൃഷ്ണനെയാണ് വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയിലെ അഡ്വൈസറായി ട്രംപ് നിയോഗിച്ചത്. രാജ്യത്തെ സർക്കാർ മേഖലകളിലുടനീളം AI നയം രൂപപ്പെടുത്തുന്നതിൽ ശ്രീറാം നിർണായക പങ്ക് വഹിക്കുമെന്ന് ട്രംപ് ട്രൂത്തിലൂടെ പറഞ്ഞു. മൈക്രോസോഫ്റ്റ്, ട്വിറ്റർ, യാഹൂ, ഫേസ്ബുക്ക്, സ്നാപ്പ് എന്നിവയുൾപ്പെടെ ടെക് ഭീമന്മാരുടെ ഉന്നത സ്ഥാനങ്ങളിൽ ശ്രീറാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AI-യിൽ അമേരിക്കൻ നേതൃത്വം ഉറപ്പാക്കുക, ശാസ്ത്ര സാങ്കേതിക വിദ്യ സംബന്ധിച്ച പ്രസിഡന്റിന്റെ കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ശ്രീറാമിന്റെ ചുമതലകൾ. ആരാണ് ശ്രീറാം കൃഷ്ണൻ? ചെന്നൈ സ്വദേശിയായ ശ്രീറാം കൃഷ്ണൻ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം SRM വള്ളിയമ്മൈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി. 21-ാം വയസ്സിൽ US-ലേക്ക് താമസം മാറിയ ശ്രീറാം മൈക്രോസോഫ്റ്റിൽ നിന്നാണ് ടെക് ലോകത്തെ യാത്ര ആരംഭിക്കുന്നത്. 2013-ൽ ഫേസ്ബുക്കിന്റെ ഭാഗമായ ശ്രീറാം കമ്പനിയുടെ മൊബൈൽ ആപ്പ് പരസ്യ വിഭാഗത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു. ശേഷം സ്നാപ്പിലും 2019-ൽ ശ്രീറാം എക്സിന്റെയും ഭാഗമായി. മാത്രമല്ല 2022-ൽ ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിനു ശേഷം മസ്കിനൊപ്പം ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. ട്വിറ്ററിനെ എക്സ് ആക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കൂടാതെ സ്പേസ് എക്സ്, ഫിഗ്മ, Scale.ai തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി കമ്പനികളിൽ അദ്ദേഹം നിക്ഷേപകനും ഉപദേശകനുമാണ്. ഭാര്യ ആരതി രാമമൂർത്തിക്കൊപ്പം ആരതി ആൻഡ് ശ്രീറാം ഷോ എന്ന പോഡ്കാസ്റ്റിന്റെ അവതാരകൻ കൂടിയാണ് അദ്ദേഹം. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീറാം പോസ്റ്റും പങ്കുവച്ചു. AI-യിൽ അമേരിക്കൻ നേതൃത്വം ഉറപ്പാക്കുമെന്നും രാജ്യത്തെ സേവിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ശ്രീറാം പോസ്റ്റിൽ പറഞ്ഞു.